സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ KSRTC കണ്ണൂർ യൂണിറ്റ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചു. രാവിലെ 6:30 കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് മാമാനത്തമ്പലം, മൃദംഗശൈലേശ്വരി ക്ഷേത്രം, പുരളിമല മുത്തപ്പൻ ക്ഷേത്രം എന്നിവ ദർശിച്ച് ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ KRന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര പുറപ്പെട്ടത്. ഗൈഡുമാരായ സന്ദീപ് മാവില, സ്വപ്ന PP, രൂപേഷ് PC, രാജൻ കരുവാങ്കണ്ടി എന്നിവരുമുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സാധാരണ ബസ് സർവീസ് നടത്താറുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ സ്ഥിരയാത്രക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. ഇതെന്റെ ഫസ്റ്റ് യാത്രയാണ്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ലൈക്ക് KSRTC നമുക്കറിയാമല്ലോ, ലൈക്ക് ഇങ്ങനെ ഫുഡൊക്കെ നല്ലതായിരിക്കും. നമ്മൾ ഒരു പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ലൈക്ക് എപ്പോഴും നമുക്ക് ഫുഡ് നല്ലതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് എന്താ ഒരു ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റീസോ അങ്ങനെ നമുക്കങ്ങനെ എല്ലാം അങ്ങനെ ഓക്കെ ആയിട്ട് കിട്ടാറില്ല. പക്ഷെ KSRTCയിൽ എനിക്ക് ഒക്കെ ഓക്കെ ആയിട്ട് കിട്ടിയായിരുന്നു. ഇതിനു മുന്നേ വേറെ ഏതെങ്കിലും ടൂറൊക്കെ പോയിട്ടുണ്ടോ? ലൈക്ക് KSRTCന്റെ ആദ്യമായിട്ടാണ്. വേറെ എങ്ങനെയാണ് മറ്റു ടൂറും ഈ KSRTC ആയിട്ടുള്ള ടൂറും സംബന്ധിച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് നമ്മളിപ്പം ലൈക്ക് നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ പോകുന്നതാണെങ്കിലും ലൈക്ക് ഫുഡിന്റെ കാര്യത്തിലൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, എവിടെ കയറണം അങ്ങനെ. ഇത് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. ലൈക്ക് എല്ലാം ഇവര് പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവരുടെ കൂടെ അങ്ങ് പോവുക, ഫുഡ് കഴിക്കാൻ വരുക, അത്ര മാത്രം. എൻ്റെ പേര് രാഖി. ഞാൻ കണ്ണൂർ ജില്ലയിൽ പാനൂർ പാട്യം എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. പിന്നെ കൊട്ടിയൂർ യാത്രയെ കുറിച്ച് റേഡിയോ ന്യൂസിൽ രാവിലെ അറിഞ്ഞപ്പോൾ ബഡ്ജറ്റ് ടൂറിസം എന്ന പരിപാടിയെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് രൂപവതിയും കൂടി KSRTCയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും യാത്ര ചെയ്ത് നാല് ക്ഷേത്രങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ കൊട്ടിയൂർ ഭയങ്കര തിരക്കുണ്ടായെങ്കിലും KSRTCയിൽ വന്നപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി പിന്നെ തൊഴാനും എല്ലാം സാധിച്ചു. പിന്നെ ആദ്യം വരുമ്പോൾ വിചാരിച്ചത് ഭയങ്കര പിന്നെ KSRTC എവിടെ ഫുഡ് കിട്ടാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കുന്നില്ല. പക്ഷേ എല്ലാ സൗകര്യം അവരുടെ സ്റ്റാഫും ജീവനക്കാരും എല്ലാം നല്ല കോഡിയലായിട്ട് നമ്മളോട് പെരുമാറുകയും സുരക്ഷിതമായി നമ്മളെ എല്ലാ അമ്പലങ്ങളിൽ എത്തിക്കുകയും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും ഈ ട്രിപ്പ് ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ ചേരുവാനും യാത്ര ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. നമസ്കാരം, എൻ്റെ പേര് വർഗീസ്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിലെ ജില്ലാ കോർഡിനേറ്ററാണ്. എൻ്റെ കൂടെയുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റ് ടൂറിസത്തിൽ ഒന്നായ കണ്ണൂർ ജില്ലയുടെ ജില്ലാ കോർഡിനേറ്റർ പ്രിയപ്പെട്ട തൻസീറാണ്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വളരെ മിതമായ നിരക്കിൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തീർത്ഥാടന യാത്ര ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും, അതായത് KSRTCയിലെ 93 യൂണിറ്റുകളിൽ നിന്നും ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 150-ലധികം ട്രിപ്പുകൾ നമ്മൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ദൂരം കൊട്ടിയൂരിലേക്ക് ആയിട്ട് തന്നെ വന്നതാണോ? അതെ, കൊട്ടിയൂർ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങള് എല്ലാ മീൻസ് നോക്കി കഴിഞ്ഞപ്പോ ഓൺലൈനായിട്ട് ഇങ്ങനെ കണ്ണൂരിന് KSRTCന്റെ
ട്രിപ്പ് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് അന്വേഷിച്ച് വന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണോ KSRTC ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്? അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ KSRTC ട്രിപ്പ് പോയി വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.